കേരളത്തിൽ ഇനിയും നേരം വെളുത്തിട്ടില്ലാത്ത കുറച്ചാളുകൾ ഈ കൊടക്കാട്ട് മുറിയിൽ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഇന്ന് മനസ്സിലായി. ഇന്ന് രാവിലെയാണ് ഈ പ്രദേശത്ത് രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടിയായ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ കൊയിലാണ്ടി മണ്ഡലം സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എന്റെ ഫ്ലക്സ് ബോർഡുകളും ഇവിടെയുള്ള പോസ്റ്ററുകളും ഒക്കെ ഇവിടെ പതിക്കുന്നത്. ഇന്ന് ഏകദേശം വൈകുന്നേരം സമയമാകുമ്പോഴേക്ക് ആ പോസ്റ്ററുകളെല്ലാം കീറി നശിപ്പിച്ചു എന്ന് മാത്രമല്ല, ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലക്സുകളിൽ എന്റെ മുഖത്തെ കുത്തി കീറി വികൃതമാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ചെയ്ത ആളുകൾ ആരാണ് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഞങ്ങളെക്കാൾ നന്നായി ഇവിടെ എന്നെ ശ്രമിക്കുന്ന ആളുകൾക്കും അറിയാം ഇതാരാണ്, ഇത് പകൽ വെളിച്ചത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്, ആരാണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്നോടൊപ്പം മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ സ്വന്തം നാട് കൂടിയാണ് ഇത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ പ്രദേശത്ത് വെച്ചാണ് എന്റെ ബോർഡുകൾ നശിപ്പിക്കപ്പെട്ടത്. എനിക്കൊരു പരാതിയുമില്ല. നിങ്ങൾക്ക് നശിപ്പിക്കാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ നശിപ്പിച്ചോ. ഞാൻ അതേ എന്റെ ബോർഡുകൾ നശിപ്പിച്ച BJPയുടെ ചിഹ്നം പതിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അതേ പ്രദേശത്ത് നെഞ്ചു വിരിച്ചിട്ടാണ് ഞാൻ ഈ വന്ന് നിൽക്കുന്നത്. എന്റെ മുഖം വികൃതമാക്കിയവർക്ക്, എന്റെ ചിഹ്നത്തെ വികൃതമാക്കിയവർക്ക്, കുത്തിക്കീറി നശിപ്പിച്ചവർക്ക് ഇതാ ഇരുട്ട് സമയമാണ്, രാത്രിയാണ്, നിങ്ങളെ വലങ്ങനെ ആരും കാണില്ല, നിങ്ങൾക്ക് കടന്നു വരാം. അങ്ങനെ ചങ്കോട്ടമുള്ളവരുണ്ടെങ്കിൽ ഇപ്പൊ കടന്നു വരണം, അല്ലാതെ ആരും കാണാതെ അത്തരം ബോർഡുകൾ നശിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ഒരു ഉളുപ്പും മനവുമില്ലാതെ ഇത്തരം ബോർഡുകൾ നശിപ്പിക്കുക എന്ത് മര്യാദയാണ്, എന്ത് രാഷ്ട്രീയ ധാർമ്മികതയാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? ഞങ്ങൾക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ തീരുമാനിക്കുകയാണ്. നിങ്ങളുടെ ബോർഡുകൾ വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ, അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചാൽ ഇന്ത്യ മഹാരാജ്യത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിങ്ങളുടെ ബോർഡുകൾ ഉണ്ടാകുമോ? നിങ്ങളുടെ കൊടി പാറുമോ? കൊയിലാണ്ടി മണ്ഡലത്തിൽ ഞങ്ങൾക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിൽ നിങ്ങളുടെ ബോർഡുകൾ വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങളുടെ ബോർഡുകൾ കാണുമോ? ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കില്ല, വിചാരിക്കില്ല. കാരണം പ്രതിപക്ഷ പാർട്ടികളെ ബഹുമാനിക്കുക എന്നുള്ളത് അതൊരു മര്യാദയാണ്. ആ മര്യാദയിൽ വിശ്വസിക്കുന്നവരാണ് ഞങ്ങള്. ആ മര്യാദ ഞങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും ഇന്ത്യ മഹാരാജ്യത്ത് രാജ്യം ഭരിക്കുന്നത്, ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ഇരിക്കുന്നത്. നിങ്ങളുടെ പാർട്ടി അനിസ്പ്രേ പോലെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത്. ഇന്ന് ഓട്ടോറിക്ഷ പാർട്ടി ആയില്ലടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇന്ന് എത്ര മെമ്പർമാരുണ്ട് ഈ പാർട്ടിക്ക്? ഒരു കാലത്ത് നെഹ്റു ആഫ്റ്റർ EMS എന്നല്ലേ നിങ്ങൾ വിളിച്ച മുദ്രാവാക്യം? നെഹ്റു ആഫ്റ്റർ EMS. എന്നിട്ടോ ഏതെങ്കിലും ഒരു കാലത്ത് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രധാനമന്ത്രി ഉണ്ടാകുമെന്ന് കുഞ്ഞുകുട്ടികൾ പോലും വിശ്വസിക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനിവാര്യമായ പതനം അത് കേരളത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. കേരളത്തിലെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയൻ എന്ന് കേരളത്തിലെ കുട്ടികൾ പാഠത്തിൽ പഠിക്കേണ്ട സമയമാണ്. കേരളത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിലെ അവസാനത്തെ മുഖ്യമന്ത്രി അതായിരിക്കും സഖാവ് പിണറായി വിജയൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എത്ര നാളായി ഈ നാട് ഈ വികസന മുരടിപ്പിന്റെ ബാക്കി പത്രമായി നിൽക്കുന്നു. ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർ അവരുടെ പാർട്ടി സംസ്ഥാനം ഭരിച്ചില്ലേ? ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർ സംസ്ഥാനത്ത് മന്ത്രിമാരായില്ലേ? ഇനിയും നല്ല വിദ്യാലയങ്ങളുണ്ടോ? മികച്ച റോഡുകളുണ്ടോ? നല്ല രീതിയിലുള്ള തൊഴിലവസരങ്ങളുണ്ടോ? കുട്ടികൾക്ക് കളിക്കാൻ കളിസ്ഥലങ്ങളുണ്ടോ? നല്ല ആശുപത്രികളുണ്ടോ? ഈ നാട്ടിൽ എന്ത് വികസനമാണ് നടന്നിട്ടുള്ളത്? ഒരു മാറ്റം ആവശ്യമല്ലേ? ആ മാറ്റത്തിന് വേണ്ടിയാണ് ഈ പ്രബുദ്ധരായ വോട്ടർമാരോട് ഞങ്ങൾ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് പരസ്പര ബഹുമാനത്തോടു കൂടിയുള്ളതാകണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾക്ക് മറന്നുപോയെങ്കിൽ ഒരു ചരിത്രം കൂടി ഞാൻ പറഞ്ഞു തരാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നും ഈ അരിവാൾ ചുറ്റിക നക്ഷത്രം അഭിമാനമായി കൊണ്ടു നടക്കുന്നുണ്ടല്ലോ. ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രം നഷ്ടപ്പെട്ടു പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എല്ലാ സംസ്ഥാനം കിട്ടുന്ന വോട്ട് വിഹിതത്തിന്റെ ഒക്കെ കണക്കിലാണ്, അതുപോലെ സംസ്ഥാനങ്ങളിൽ കിട്ടുന്ന സീറ്റുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ദേശീയ പാർട്ടി ചിഹ്നം കിട്ടുക. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ദേശീയ പാർട്ടി ചിഹ്നം കിട്ടില്ല എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോഴാണ്, അന്ന് അടൽജി പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ്
അതിൽ ചില ഭേദഗതികൾ വരുത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ ചിഹ്നം അനുവദിച്ച് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ അരിവാൾ ചുറ്റിക നക്ഷത്രം നിങ്ങൾക്ക് കിട്ടിയത് അത് BJPയുടെ ഔദാര്യം കൊണ്ടാണ് എന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ മറക്കണ്ട. അതൊക്കെയാണ് ഒരു പ്രതിപക്ഷ മര്യാദ എന്നൊക്കെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആ മര്യാദ കാണിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് തരാനുള്ള ഉപദേശം എന്ന് പറയുന്നത്. അല്ലാതെ തിണ്ടമണക്ക് കാണിച്ച് ഇവിടുന്ന് ബോർഡ് കുത്തിക്കേറി നിങ്ങൾ ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. അങ്ങനെയൊന്നും, അതൊക്കെ അങ്ങ് പണ്ടത്തെ കാലത്ത് മതി. ആ കാലമൊക്കെ മാറി. ഇപ്പൊ ഇത് നരേന്ദ്രമോദി ഭരിക്കുന്ന, അമിത്ഷാ ഭരിക്കുന്ന കാലമാണ് എന്ന് ഇവിടുത്തെ സഖാക്കന്മാരുൾപ്പെടെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇവിടെ നൽകിയ ഈ സ്നേഹ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വന്ദേ മാതരം. ബോലോ ഭാരത് മാതാ കേ, ബോലോ ഭാരത് മാതാ കേ, ബോലോ ഭാരത് മാതാ കേ. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഈ വ്യക്തി ജീവിതത്തിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഇന്നേ വരെ BJPക്ക് വോട്ട് ചെയ്യാത്ത മുഴുവൻ ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി നിങ്ങൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ പ്രിയപ്പെട്ട ലിസ്റ്റൊക്കെ തയ്യാറാക്കിയ ആളുകളുടെ എണ്ണം ചോദിച്ചാൽ ചിലപ്പോൾ വളരെ ശതമാനം കുറവായിരിക്കും. പക്ഷെ നിങ്ങൾ ഒരു മണിക്കൂർ ഒരു വൈറ്റ് പേപ്പർ എടുത്ത് പെണ്ണെടുത്ത് എന്റെ പരിചയത്തിൽ ഒരുങ്ങുന്ന ആളുകൾ എന്നൊരു 10-20 പേര് തയ്യാറാക്കി നിങ്ങൾ അവരെ കൃത്യമായി വിളിക്കണം, അവരോട് സംസാരിക്കണം. ഈ പ്രാവശ്യം നമ്മൾ വിജയിക്കേണ്ട ആവശ്യകതയെ കുറിച്ച് അങ്ങനെ നിങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചാൽ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയുന്നു. മെയ് 4-ാം തീയതി നിലയ്ക്ക് പ്രസംഗിച്ചതുപോലെ മെയ് 4-ാം തീയതി 7 മണിയാകുമ്പോൾ ആരൊക്കെ വരും ചാനലില്? മൊട്ട അരുൺ വരും, സുജയ പാർവതി വരും, ഇങ്ങനെ ഒരുപാട് ആളുകൾ വരില്ലേ? അവർ വന്നിട്ട് എന്ത് പറയും? സൗത്ത് നിയോജക മണ്ഡലത്തിൽ വോട്ടെണ്ണി തുടങ്ങിയിരിക്കുന്നു. ആദ്യത്തെ വോട്ടെണ്ണിയപ്പോൾ ഗണേശ് ലീഡായി, അങ്ങനെ ലീഡായി 10 മണിയാകുമ്പോഴത്തേക്ക് വരണം. ചരിത്രത്തിലാദ്യമായി, മലബാറിന്റെ ചരിത്രത്തിലാദ്യമായി ഇതാ സൗത്ത് നിയോജക മണ്ഡലത്തിൽ 50,000-ത്തിലധികം വോട്ടുകൾ നേടിക്കൊണ്ട് ഈ ഗണേഷ് അത് പറയണമെങ്കിൽ ആ ഒരു സ്വപ്നം കാണണം നിങ്ങൾ. ആ സ്വപ്നം കാണുന്നതിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ ഈ റിസൾട്ട് ഉണ്ടാവും. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, വിജയത്തിന്റെ തൊട്ടരികിലാണ് നമ്മളുള്ളത്. വളരെ അടുത്താണ് നമ്മളുള്ളത്. ഒരു കാലഘട്ടത്തിൽ ഇത്തരം ഒരു സാഹചര്യം നമുക്ക് ലഭിച്ചിട്ടില്ല. ഒരു കാലഘട്ടത്തിൽ നമ്മൾ തരുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടില്ല. പക്ഷേ ആ വിജയത്തിന്റെ തൊട്ടരികിൽ നിൽക്കുന്ന നമുക്ക് ആ വിജയം നേടണമെങ്കിൽ ഞാൻ ആവർത്തിച്ചു പറയുന്നു, നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കണം. എനിക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വീടിന്റെയും അടുക്കളയിൽ കയറാനുള്ള ഏക അവകാശമുള്ള ആളുകളാണ് എന്റെ ഉപയോഗിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നിങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ ഇതുപോലെ മെയ് 4-ന് ശേഷം നമ്മൾ ഒത്തുകൂടും. അപ്പോൾ ഞാൻ വന്ന കാറിന് മുന്നിൽ ഒരു 3 അക്ഷരമുണ്ടാവും. അത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കും. നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിയമസഭയിൽ പോരാടുന്ന നിങ്ങളുടെ രതീഷ് MLA ഉണ്ടായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും ആരോപണങ്ങളെ പൂമാലകളാക്കി, അവഗണനകളെ കയ്യടികളാക്കി നമ്മുടെ സ്ഥാനാർത്ഥി മുന്നോട്ട്. അതെ, നമുക്ക് ഉറപ്പിക്കാം, ഇവിടെ താമര വീഴും. അതിനുള്ള കരുത്തും ഉറപ്പും നമ്മുടെ